ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണ്. നിന്റെ കണ്ണീന്ന് പോലെ എന്നെ വരുള്ളൂ. ഒരു പാട്ട് കൂടി കൊടുക്കുന്ന പറഞ്ഞു തരാ ക്ഷമയോടെ ഇതുവരെ ചെയ്ത ഭാഷ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാലോ. 2 കളിയായിട്ടേ ചെയ്യുള്ളൂ. പൈസ കാണിച്ച് കിടക്കുന്ന ഒന്നും വിചാരിക്കണ്ട. അതായത് ഈ അച്ഛ ഈ കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത് ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണ്. ഈ കണ്ടാകർണനോ ഭർത്താവായ കണ്ടാകർണൻ ശിവന്റെ തൃക്കണ്ഠത്തിൽ നിന്നും ജനിച്ചതാണ്. കണ്ടാകർണൻ ഒരു അച്ഛന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. ആങ്ങളും പെങ്ങളും ഇവർ രണ്ടുപേരെയാണ് കല്യാണം കഴിച്ചു വെക്കുന്നത്. അവർ തൊട്ട് താലി കെട്ടിയിട്ടില്ല. ഇന്നും ഒരു നല്ല പാട്ടുണ്ടെങ്കിൽ കളിക്കുന്നവിടെ പോയി നോക്കിയാൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും. ഒന്നിന്റെ ചൂരപ്പാല കൊണ്ടായിരിക്കും മാലിയിടുക, ഇല്ലെങ്കിൽ വാഴന്റെ പോള കൊണ്ടായിരിക്കും മാലിയിടുക, ഇല്ലെങ്കിൽ പൂക്കുലിന്റെ തണ്ടു കൊണ്ടായിരിക്കും മാലിയിടുക. അവർ തൊട്ട് താലി കെട്ടിയിട്ടില്ല. ഇയാളൊരാണല്ലേ, ഇയാളുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തറിയോ? ഇയാൾക്ക് ഗന്ധർവ സ്ത്രീയായ മാധവി എന്നുള്ള ഒരു പെണ്ണുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതെ, മാധവി എന്നുള്ള പെണ്ണിനെ ഭാവിച്ച് വലതുകാരുടെ കൊഞ്ചിനെ പോലും കൈ കൊടുത്തിട്ട് ഇതുകൊണ്ട് വിറ്റിട്ട് വരും. എന്നിട്ട് നമുക്ക് ഉപജീവിതം കഴിയാന്ന് പറഞ്ഞ് ഭർത്താവിനെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അപ്പൊ അയാൾ എവിടെ പോയറിയോ? പാണ്ഡ്യ രാജ്യത്ത് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞു അവിടുത്തെ സ്ഥിതി അതിലും മോശം. അവിടുത്തെ പാണ്ഡ്യ രാജാവിന്റെ ഭാര്യയായ പാണ്ഡ്യ ദേവിന്റെ ആ ദേവിന്റെ ചെലവ് കളവ് വഹിക്കുന്ന സമയമാണ്. അപ്പോ ഇയാൾ അവിടെ പോയില്ലേ? അപ്പൊ അവിടെ എന്തുണ്ടായിരുന്നു? എന്ന് പറഞ്ഞു
ചിലപ്പതികാരം വായിക്കണം, എന്നാലേ അറിയുള്ളൂ കോവിലൊക്കെ കഥ. അറിയില്ല, അതിൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ആ കഥയാണ് പറഞ്ഞത്. രമയോടെ ഇരുന്നാൽ നമുക്ക് എല്ലാം അങ്ങനെ ഭാഗ്യരാജ്യത്തിന്റെ ആ ദേവി എന്താ കാരണം? ഈ അമ്മന്റെ മനസ്സുകൊണ്ട് അമേരിക്കണ് ഈ ഭർത്താവിനെന്തോ അപകടം വന്നിരിക്കുന്നത്. പതിവൃതയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ പതിവൃതയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ഭർത്താവിനെന്തെങ്കിലും അപകടം പറ്റിയാൽ അവരുടെ മാറി കിടക്കുന്ന താലി ഒന്ന് തുള്ളുമെന്നാണ് അന്ന് ചിലപ്പതികാരം പറയുന്നത്. പണ്ട് പതിവൃത്തിയായിട്ടുള്ള പെൺകുട്ടികള് എവിടെ തരും താലി എവിടെ കിടക്കുന്ന സ്ഥലം ആ മാറി കിടക്കുന്ന കാരണം കൊണ്ട് എന്റെ ഭർത്താവിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടില്ലെങ്കിൽ മാറിന്റെ താലി പടയുന്ന കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാറിലെ താലി പടയുന്ന പറയുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അവിടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എവിടെയാ അത് കാര്യമല്ലേ പിന്നെ അമ്മയുടെ മാറിയിട്ട് കിടക്കുന്ന കാര്യം ഭർത്താവിനെന്തോ അപകടം പറ്റിയെന്ന അമ്മ മനസ്സിലാക്കി. ഭർത്താവിന് തപ്പി അവിടെ കുടുംബം പാണ്ടിയിലായി തത്തി അവിടെ പോയി നോക്കുന്ന സമയം ഭർത്താവായ കൊന്നവൻ ചത്തിരത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ആ പൊങ്ങിക്കിടക്കുന്ന ഭർത്താവ് കണ്ടതും അമ്മയ്ക്ക് ദേഷ്യം വന്നു. പള്ളികളടുത്ത് ആ പാണ്ടിയിലേക്ക് ദേവി പള്ളിമാലാൽ വെട്ടി പാണ്ഡ്യരാജ്യം മുടിച്ചു പറഞ്ഞേ. മുടിച്ചത് കൊണ്ട് മാത്രം കാര്യം ഭർത്താവിനെ തോണ്ടിയെടുക്കണ്ടേ? തോറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉപയോഗങ്ങൾ? അത് എന്തൊക്കെ ഉപയോഗം വരെ എനിക്കറിയാം. രണ്ടു തരമുള്ള ഒന്ന് ഓപ്പിയോടും ഒന്ന് ജവാനും.